മനോബുദ്ധ്യഹങ്കാരചിത്താനി നാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. പീപ്പിൾസ് ലിബറേഷൻ പാർട്ടിക്ക് സോഷ്യലിസ്റ്റ് മുഖം നഷ്ടമാവുന്നു, പകരം കോർപ്പറേറ്റ് മുഖഛായ വളരുന്നു. ആർക്കെ മനോബുദ്ധ്യഹങ്കാരചിത്താനി നാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമഭൂമിർന തേജോ ന വായുശ്ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം. എങ്ങനെയുണ്ട് സഖാവേ? ഇതാ ഇവിടെ 4 കെട്ട് നടുമുറ്റം വേണം, പിന്നെ ഫ്രണ്ടിൽ ഈ ഡോറ് മാറ്റണം. ഇത് ശരിയല്ല. പൂവള്ളി മന പാർട്ടി വാങ്ങിയ വിവരം സഖാ പറഞ്ഞിരിക്കുമല്ലോ. അതിന്റെ പൂമുഖത്തെ വാതിലെടുത്തിട്ട് ഇതിന്റെ ഫ്രണ്ട് ഡോർ ആക്കണം. പ്ലാനിൽ സ്ലൈഡ് ചേഞ്ച്, അത്രേ വേണ്ടൂ. അല്ല, മനയുടെ വാതിലൊക്കെ എടുത്ത് പാർട്ടി കെട്ടിടത്തിന്റെ മുന്നിൽ വെക്കാന്ന് പറഞ്ഞാൽ അതൊരു ഫ്യൂഡൽ ജീർണതയാവില്ലേ? സഖാവേ, ഇതാണ് നിങ്ങൾക്ക് പറ്റുന്ന തെറ്റ്. പൂവള്ളി മനയുടെ വാതില് മനയുടെ പൂമുഖത്ത് നിൽക്കുമ്പോൾ അത് ജീർണത തന്നെയാ. പക്ഷേ അത് നമ്മുടെ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർ താമസിക്കുന്ന റെസിഡൻഷ്യൽ കോംപ്ലക്സിലാവുമ്പോൾ ശരിക്കും ആ ഫ്യൂഡൽ ജീർണതയ്ക്ക് നമ്മളൊരു കമ്മ്യൂണിസ്റ്റ് പരിഭാഷ തീർക്കുകയാണ്. എന്തൊരു പ്രയോഗം സഖാവേ! ഫ്യൂഡൽ ജീർണതയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പരിഭാഷ. ഇതൊക്കെ എങ്ങനെ വശമാക്കി? ഹവാർഡ് യൂണിവേഴ്സിറ്റിയിൽ MBAക്ക് പഠിക്കുമ്പോൾ സമയം പോവാൻ അല്പ സാഹിത്യവും ശീലിച്ചിരുന്നു. ശരി, ഞാൻ ഇറങ്ങട്ടെ. വിളിച്ചൂന്നറിഞ്ഞു. എന്താ കാര്യം? ഇരിക്കൂ. എന്തൊക്കെയാണ് ആർക്കെ നിങ്ങൾ പത്രത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്? പാർട്ടിയെ ചെറുതാക്കാൻ കുത്തക പത്രങ്ങൾ ഇപ്പൊ ആഘോഷിക്കാവും നിങ്ങളുടെ അഭിമുഖങ്ങളും ലേഖനങ്ങളും. സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ചു ആർക്കെ ഇനി പത്രാധിപരായി തുടരേണ്ടെന്ന്. ഇതാ നിങ്ങളുടെ റെസിഗ്നേഷൻ ലെറ്റർ. ഒന്ന് സൈൻ ചെയ്തേക്ക്. പക്ഷേ സഖാവ് ആർക്കയുടെ സൈദ്ധാന്തികമായ അറിവ് പാർട്ടിക്ക് എന്നും വേണം. അതിനാൽ നമ്മൾ അടുത്ത് പ്രസിദ്ധീകരിക്കാൻ പോകുന്ന പാർട്ടി വിജ്ഞാന കോശത്തിന്റെ എഡിറ്ററായിട്ട് നാളെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതെ, എൻ്റെ അഭിപ്രായത്തിൽ ഇത് ശരിക്കും ആർക്കയുടെ ഒരു വിജയമാണെന്നാ. വിജയവും പരാജയവും എല്ലാ വിജയവും നിന്റെ തന്നെ. തറവാട് ദാനം ചെയ്ത നിന്റെ അച്ഛന്റെ പേരിൽ പാർട്ടിയിൽ നിനക്ക് CEO പദവി, മിശ്രഭോജനം നടത്തിയ വല്യമാമന്റെ സ്മരണയ്ക്കായി നിന്റെ അനുജന് മന്ത്രിസ്ഥാനം, ഒളിവിൽ താമസിച്ച നേതാക്കൾക്ക് പായ വിരിച്ച നിന്റെ അമ്മായി അമ്മയുടെ ജീവിക്കുന്ന സ്മാരകമായി നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് ഷോപ്പിംഗ് മാൾ. ജയം അതെപ്പോഴും നിന്റെയാണ്, നിന്റെ അഭിജാത വർഗത്തിന്റെ.
കുമാരനല്ലേ? അതെ. ആനന്ദ്? സഖാവ് ആർക്കയുടെ പുതിയ താവളം തേടി ഇറങ്ങിയതാ. വാ. എന്താ ഇത്ര വൈകിയത് കുമാർ? ഞാൻ ആകെ പരിഭ്രമിച്ചു പോയി. ഓരോരോ തിരക്കുകള്. ഇത് ഞാൻ പറയാറില്ലേ, ആനന്ദ്. ആനന്ദിനെ കുറിച്ച് കുമാർ എപ്പോഴും പറയാറുണ്ട്. ഇരിക്കൂ. ക്ഷമിക്കണം ആനന്ദ്, ഞാൻ ഇന്ന് അമ്പലത്തിലേക്ക് പോവാ. കുമാറിന് വേണ്ടി ഒരു പ്രത്യേക പൂജ, ഒരു മൃത്യുഞ്ജയ ഹോമം. ഇപ്പോഴേ കുറച്ച് വൈകി. ആനന്ദിന് ചായ? ശാരി പൊയ്ക്കോളൂ. ആനന്ദിന് ഒരു ചായ ഉണ്ടാക്കി കൊടുക്കാനുള്ള പാചകജ്ഞാനൊക്കെ എനിക്കുണ്ട്. വൈകി ചെന്നാ ദൈവം കോപിക്കും. പൊയ്ക്കോ. ഞാൻ വേഗം തിരിച്ചു വരാം. പിന്നെ കുമാർ, കഴിക്കാനുള്ള ഗുളികളൊക്കെ ദാ ഇവിടെ വെച്ചിട്ടുണ്ട്. സമയത്തിനെടുത്ത് കഴിക്കണം. ഒന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ ആനന്ദ്. സ്വന്തം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കുമാറിന് ഒരു ശ്രദ്ധയില്ല. 2 അറ്റാക്ക് കഴിഞ്ഞ ആളാ. പെട്ടെന്ന് വരാട്ടോ. നിനക്ക് ചായയോ കാപ്പിയോ? രണ്ടും വേണ്ട, ഗ്ലാസും വെള്ളം തന്നാ മതി. ഇതൊക്കെ കൂടെ കൊണ്ടു നടക്കുക? അതല്ല, ഇതൊക്കെ കൂടെ പോരുക. ഞാൻ ഇതുവരെ ഇതൊന്നും ശീലിച്ചിട്ടില്ല. വർഗസംസ്കാരം വാറ്റിയെടുത്ത ദ്രാവകമാണ്. ഇനി ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. പാർട്ടിയെ പലരും ചേർന്ന് ഹൈജാക്ക് ചെയ്തു. ഇപ്പോൾ പണം മാത്രമാണ് എല്ലാത്തിനും മാനദണ്ഡം. ഒരു കോർപ്പറേറ്റ് കമ്പനിയെപ്പോലെ പണം വാരിക്കൂട്ടുന്നു. കമ്മീഷനായും കോൺട്രാക്റ്റ് ഉറപ്പിച്ചും ലാഭം അതുമാത്രമാണ് ലക്ഷ്യം. സമൂഹത്തിന് തിന്മകൾ മാത്രം നൽകുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികളോട് അത് ചെയ്യരുത് എന്നല്ല തൊഴിലാളികൾ പറയുന്നത്. പകരം മുതലാളി ഉണ്ടാക്കുന്ന കൊള്ളലാഭത്തിൽ നിന്നും ഒരു പങ്ക് തങ്ങൾക്കും കിട്ടാൻ വേണ്ടി കടിപിടി കൂടുകയാണവർ. ക്യാപിറ്റലിസവും ടെക്നോളജിയും ചേർന്ന് ഒരു ക്രിമിനൽ പൊളിറ്റിക്കൽ സമൂഹം രൂപപ്പെട്ടു കഴിഞ്ഞു. പ്രത്യയശാസ്ത്രങ്ങൾ ചിലരുടെ മാത്രം ഉയർച്ചയ്ക്കായി വളച്ചൊടിക്കപ്പെടുന്നു. ഇക്കാര്യം പാർട്ടിക്കുള്ളിൽ ഞാൻ പലതവണ പറഞ്ഞു നോക്കി. ആരും ചെവിക്കൊണ്ടില്ല. സഹി കെട്ടപ്പോൾ ഈ സത്യങ്ങളെല്ലാം ഉറക്കെ വിളിച്ചു പറയണമെന്ന് തോന്നി. പറഞ്ഞു. ഇതിനൊക്കെ എതിരെ എന്നാലാവും വിധം പ്രതികരിക്കുന്നു. എഴുതിയും പ്രസംഗിച്ചും ആരോഗ്യം അനുവദിക്കും വരെ. റിലാക്സ് കുമാര, റിലാക്സ്. എല്ലാവർക്കും എന്ന പോലെ കുമാര, ആ തൊഴിലാളികൾക്കും ഇന്ന് നഷ്ടപ്പെടാൻ പലതും ഉണ്ട്. കാറ്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഷെയർ സർട്ടിഫിക്കറ്റുകൾ, അങ്ങനെ പലതും. ആട്ടെ, നമ്മുടെ പഴയ ആളുകളൊക്കെ? ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്നിറങ്ങിയ രാമകൃഷ്ണൻ നേരെ നടന്നു നീങ്ങിയത് ആത്മഹത്യയിലേക്കായിരുന്നു. പാർട്ടി പ്രൊമോട്ട് ചെയ്യുന്ന അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഉദ്ഘാടനമായിരുന്നു അന്ന്. അമൃത ആദ്യം അറിഞ്ഞത് വടക്കേ ഇന്ത്യയിലെ എവിടെയോ ഒരു മാനസിക രോഗാശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ്. പിന്നെ ഇടയ്ക്കൊന്ന് കണ്ടിരുന്നു. അപ്പോൾ ലൈംഗിക തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും ചെയ്യുന്ന ഒരാളായിട്ട്. ഇപ്പോൾ വിവരമൊന്നുമില്ല. നീ എവിടെയായിരുന്നു ആനന്ദ് ഇത്രയും കാലം? എവിടേക്കോ അലഞ്ഞു. എനിക്ക് നിന്റെ കാര്യം ഓർത്താണ് എന്നും വിഷമം തോന്നിയിട്ടുള്ളത്. ഒരുപക്ഷെ നിന്റെ വഴിയിലൂടെ നീ നടന്നു. വഴികൾ തെറ്റുന്നേ ഉള്ളൂ, വഴികൾ ഇല്ലാതാവുന്നില്ല. നിനക്കെന്നോട് എപ്പോഴെങ്കിലും വിരോധം തോന്നിയിട്ടുണ്ടോ? വിരോധോ? ആത്മൈവ ശ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. ഒരാളുടെ ബന്ധുവും ശത്രുവും എല്ലാം അയാൾ തന്നെ എന്നാണ് വേദാന്തം. പാർട്ടി വാരിയേക്കുള്ള ലേഖനത്തിന് വന്നതാവും ചിലപ്പോൾ. കുമാര,
കുമാര 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 बेसबब फिर से बेसबब फिर से न इस दिल पे ज़ख्म खाना है। बेसबब फिर से न इस दिल पे ज़ख्म खाना है। इस दफा सोच समझ कर ही दिल लगाना है। बेसबब फिर से न इस दिल पे ज़ख्म खाना है। बेसबब फिर से आज की रात मुरादों के बाद आई है। आज की रात मुरादों के बाद आई है। आज हर शिकवे आज हर शिकवे गिले हमको भूल जाना है। आज हर शिकवे गिले हमको भूल जाना है। इस दफा सोच समझ कर ही दिल लगाना है। बेसबब फिर से न इस दिल पे ज़ख्म खाना है। बेसबब